ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീഡി അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിംഗ് ആണ്. ഗ്രീഡി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കറണ്ട് സ്റ്റെപ്പിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എടുത്ത് പോകുന്ന ടൈപ്പ് അൽഗോരിതമാണ്. നമ്മൾ ഭാവിയിൽ ഈ സ്റ്റെപ്പ് എടുക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മൾ കറണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണെന്ന് നോക്കി, അല്ലെങ്കിൽ നമുക്ക് പറയാം ലോക്കലി ഒപ്റ്റിമൽ ചോയ്സ് ഓരോ സ്റ്റോപ്പിലും എടുത്തിട്ട് അങ്ങനെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിൽ എത്താൻ ശ്രമിക്കുന്ന ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രീഡി അപ്രോച്ച്. കാരണം നമ്മൾ ഇപ്പം നിൽക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷൻ ഏതാണെന്ന് നോക്കും. ആ പർട്ടിക്കുലർ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചർ കോൺസിക്വൻസസിനൊന്നും ആലോചിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഗ്രീഡി അപ്രോച്ച് എപ്പോഴും ഒരു ഓപ്റ്റിമൽ സൊല്യൂഷൻ. ചില സമയത്ത് നമുക്ക് ഓപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും, പക്ഷേ അത് എപ്പോഴും ഒരു ഓപ്റ്റിമൽ ആവണമെന്നില്ല. പക്ഷേ ഡൈനാമിക് പ്രോഗ്രാമിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് എപ്പോഴും ഓപ്റ്റിമൽ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്റ്റിമൽ ആവണമെന്ന് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു എന്താണ് എക്സാമ്പിൾ നോക്കാം. ഇൻ ദിസ് എക്സാമ്പിൾ ദിസ് ഇസ് എ കോയിൻ ചേഞ്ചിങ് പ്രോബ്ലം. ദറ്റ് ഈസ് നമ്മുടെ കയ്യിൽ കുറേ കോയിൻസ് ഉണ്ട്, പല ഡിനോമിനേഷൻസ് ഉള്ള 1 രൂപ, 2 രൂപ, 5 രൂപ അങ്ങനെയുള്ള പല കോയിൻസ് ഉണ്ടെന്നെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മിനിമം കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ സ്പെസിഫൈഡ് ടാർഗറ്റ് എമൗണ്ട് എത്തുക. അതാണ് നമ്മൾ ഗ്രീഡി അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ പ്രോബ്ലം കോയിൻ ചേഞ്ചിങ് പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ്. ഇപ്പം എനിക്ക് 10 രൂപ അല്ലെ 20 രൂപ ഉണ്ടാക്കണം. എൻ്റെ കയ്യിൽ 1 രൂപയുടെ, 2 രൂപയുടെ, 5 രൂപയുടെ കോയിനേ ഉള്ളൂ. മിനിമം കോയിൻ ഉപയോഗിച്ചിട്ട് എനിക്ക് 20 രൂപ എത്തിക്കണം. അങ്ങനത്തെ ഉള്ള പ്രോബ്ലത്തിനെയാണ് കോയിൻ ചേഞ്ചിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഗ്രീഡി അപ്രോച്ചിൽ ഈ പ്രോബ്ലം ചെയ്യുന്ന സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിനെ സോർട്ട് ചെയ്യും. നമ്മുടെ കോയിനുകളെ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തിട്ട് ലാർജസ്റ്റ് ഡിനോമിനേഷൻ ഉള്ളത് വെച്ചിട്ട് ഇപ്പം 20 അല്ലേ, ഞാനപ്പം എൻ്റെ കയ്യിൽ 1 രൂപ, 2 രൂപ, 5 രൂപയുടെ കോയിനാണെങ്കിൽ 20 എത്താൻ 5 വെച്ച് പറ്റുമോ എന്ന് നോക്കും. ഓക്കെ, അത് ശേഷമേ 2 വെച്ച് പറ്റുമോ എന്ന് നോക്കത്തുള്ളൂ. പിന്നെ നമ്മൾ 1 രൂപ വെച്ച് പറ്റുമോ എന്ന് നോക്കത്തുള്ളൂ. സോ അപ്പം നമ്മൾ ആ രീതിയിലുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഗ്രീഡി അപ്രോച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എൻ്റെയർ എമൗണ്ട് എത്തുന്നിടം വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പം നമ്മുടെ സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ കോയിൻ ഡിനോമിനേഷൻസിനെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഹയസ്റ്റ് ഡിനോമിനേഷൻ വിത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾക്ക് വേണ്ടുന്ന എക്സീഡ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കോയിൻസുകൾ ഈ ഹയസ്റ്റ് ഡിനോമിനേഷനിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് നെക്സ്റ്റ് ഹയസ്റ്റ് ഡിനോമിനേഷൻ എടുക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് എമൗണ്ട് എത്തുന്നിടം വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് 63 രൂപയാണ് എത്തേണ്ടത്. എൻ്റെ കയ്യിൽ 1 രൂപ, 5 രൂപ, 10 രൂപ, 25 രൂപയുടെ കോയിനുണ്ട്. അപ്പോൾ എനിക്ക് 63 രൂപ എന്ന് പറയുന്നത് എത്തിക്കണം. മിനിമം കോയിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഗ്രീഡി അപ്രോച്ചിൽ ആദ്യം എന്താ ചെയ്യുന്നത്, ഞാൻ 25ൻ്റെ 2 എണ്ണം എടുക്കും. ഓക്കെ, അപ്പോൾ 25ൻ്റെ 2 എണ്ണം എടുക്കുമ്പം അപ്പോൾ 2 കോയിൻ ഞാനിപ്പോൾ എടുത്തേ. അപ്പോൾ എനിക്ക് 50 ആയുള്ളൂ. ബാക്കി ഇനി 13 രൂപയുണ്ട്. 13 രൂപയ്ക്ക് ഇനി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 10 വെച്ച് പറ്റുമോ എന്ന് നോക്കും. അപ്പോൾ 10ൻ്റെ ഒരെണ്ണം എടുത്തു. ഇനി 3 രൂപയേ ഉള്ളൂ. 3 രൂപ ഇതിനകത്ത് 5 വെച്ച് പറ്റത്തില്ല. പിന്നെ ഒന്നിൻ്റെ 3 എണ്ണം. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര കോയിൻ എടുക്കേണ്ടി വന്നു? 3ഉം 1ഉം 4, 2ഉം 6 കോയിൻ. ടോട്ടൽ 6 കോയിൻ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 63 രൂപ എത്തിച്ചു. പക്ഷെ ഇപ്പം എനിക്ക് കിട്ടിയ സൊല്യൂഷൻസ് ഏകദേശം ഒപ്റ്റിമലാണ്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചേഞ്ചസ് 1 രൂപ, 3 രൂപ, 4 രൂപ കോയിനേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് 6 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് എമൗണ്ടിലോട്ട് എത്തണം എന്ന് വിചാരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം. എൻ്റെ കയ്യിൽ 1 രൂപയുടെ കോയിൻ ഇരിപ്പുണ്ട്, 3 രൂപയുടെ കോയിൻ ഇരിപ്പുണ്ട്, 4 രൂപയുടെ കോയിൻ ഇരിപ്പുണ്ട്. എൻ്റെ ടാർഗറ്റ് എനിക്ക് 6 രൂപ എത്തിക്കണം. പക്ഷേ എനിക്ക് മിനിമം നമ്പർ ഓഫ് കോയിനേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഗ്രീഡി അപ്രോച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ഞാൻ എന്തെടുക്കും? 4 രൂപയുടെ കോയിൻ എടുക്കും. ആണോ അല്ലയോ? ഓക്കെ, 4 രൂപയുടെ കോയിൻ എടുക്കും. അപ്പം ഇനി ബാക്കി 6ന് 4 എടുത്തുകൊണ്ട് ഇനി 2 രൂപയുള്ളൂ. അപ്പോൾ 1 രൂപ എടുക്കും. അപ്പം മൊത്തം 3 കോയിൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്തെത്തിയത്? ഈ 6 രൂപയിലോട്ട് എത്തിയത്. പക്ഷേ എനിക്ക് ഇതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ 2-3 രൂപ എടുത്തായിരുന്നു എങ്കിൽ 2 കോയിൻ വെച്ചിട്ട് എനിക്ക് ഈ സൊല്യൂഷൻ 6 എന്ന് പറയുന്ന സൊല്യൂഷനിലോട്ട് ടാർഗറ്റ് എമൗണ്ടിലോട്ട് എത്തായിരുന്നു. ആദ്യത്തെ ഗ്രീഡി അപ്രോച്ച് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 3 കോയിൻ വേണ്ടി വന്നു ടാർഗറ്റ് എമൗണ്ട് ആയ 6 എത്താൻ. പക്ഷേ ഞാൻ അത് എൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്ന് കാണിക്കാനാണ്. ഗ്രീഡി എപ്പോഴും ഒരു ഒപ്റ്റിമൽ സൊല്യൂഷന് എത്തുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നിങ്ങളിപ്പം കണ്ടത്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്രീഡി അപ്രോച്ചിൻ്റെ
കീ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസൈറബിൾ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിളാണ്, ഈസി ഇംപ്ലിമെൻറ്റേഷനാണ്, എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ സ്റ്റെപ്പിലെയും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സോ അങ്ങനെ എന്താ ഇംപ്ലിമെൻറ്റേഷൻ കോംപ്ലക്സിറ്റി ഒന്നും വളരെ കുറവാണ്. ഇനി എക്സിക്യൂഷൻ ടൈമിനെ കുറിച്ച് സംബന്ധിക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ഗ്രീഡി അൽഗോരിതംസ്, ഒരുവിധ എല്ലാ ഗ്രീഡി അൽഗോരിതംസും ലീനിയർ അല്ലെങ്കിൽ പോളിനോമിയൽ എക്സിക്യൂഷൻ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യും. ഇൻപുട്ട് സൈസ് കൂടുന്നതനുസരിച്ചിട്ട് n log n ഒക്കെ ഉള്ള nth പോളിനോമിയൽ n സ്ക്വയർ അല്ലെ n ലോഗൻ അല്ല n സ്ക്വയർ n എന്നുള്ള ലീനിയർ അല്ലെങ്കിൽ പോളിനോമിയൽ ടൈമിൽ ഇത് കമ്പ്യൂട്ട് ചെയ്യും. പിന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്യേണ്ടി ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് മെമ്മറി യൂസേജ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കുറേ എഫിഷ്യൻസി ഇൻ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് സിംപ്ലിസിറ്റി ആൻഡ് ഈസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. പിന്നെ നമ്മൾ ഗ്രീഡിയിൽ എപ്പോഴും ലോക്കൽ ഒപ്റ്റിമൽ ചോയ്സ് ആണ്. സംടൈംസ് ഇറ്റ് മേ ലെഡ് ടു ഗ്ലോബൽ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കിട്ടാം. ഓക്കെ, അപ്പം ചില സൊല്യൂഷൻസിൽ ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ചില പ്രോബ്ലത്തിൽ ഇത് കിട്ടും. പിന്നെ അടുത്ത പോയിന്റ് പറയാനുള്ളത് റിയൽ വേൾഡ് ആപ്ലിക്കബിലിറ്റിയാണ്. കാരണം നമ്മൾ റിയൽ വേൾഡിലുള്ള പല പ്രോബ്ലംസിനും നമ്മൾ ഈ ഗ്രീഡി അൽഗോരിതം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഷെഡ്യൂളിങ്, നെറ്റ്വർക്കിൽ റൂട്ട് ചെയ്യാൻ, പാക്കറ്റുകൾ റൗട്ട് ചെയ്യാൻ, റിസോഴ്സുകൾ CPU അലോക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ ഗ്രീഡി അപ്രോച്ച് വഴിയാണ്. നമുക്ക് പലപ്പോഴും ഇതൊരു ക്വിക്ക് അല്ലെങ്കിൽ നിയർ ഓപ്റ്റിമൽ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് അൽഗോരിതം. അപ്പം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഇത് എന്താ ലോക്കൽ ഒപ്റ്റിമൈസേഷനാണ് തരുന്നത്. കാരണം ഓരോ സ്റ്റെപ്പിലും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് പോസിബിൾ ചോയ്സ് ആണ് നോക്കുന്നത്. നമ്മൾ ഓവറോൾ പ്രോബ്ലത്തിനെ വ്യൂ ചെയ്യുന്നില്ല, കറണ്ട് സ്റ്റേറ്റിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ വിചാരം എന്താ, വി ഹോപ്പ് ദാറ്റ് ദീസ് ലോക്കൽ ഒപ്റ്റിമൽ ചോയ്സ് വിൽ ലെഡ് ടു എ ഗ്ലോബലി ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആണ്. ഇനി ഇറിവോക്കബിൾ ഡിസിഷൻ ആണ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ചോയ്സ് മെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രീഡി അപ്രോച്ചിൽ ബാക്ക് ട്രാക്കിങ്ങോ റീകൺസിഡറേഷനോ ഒന്നുമില്ല. ഇനി നമ്മൾ ഇവിടെ ഗ്രീഡി അപ്രോച്ചിൽ പലപ്പോഴും നമ്മൾ ഹ്യൂറിസ്റ്റിക് ആണ്. അപ്പോൾ ഉള്ള പ്രോബ്ലത്തിൽ ഒരു ഹ്യൂറിസ്റ്റിക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അപ്പം ഇതൊക്കെയാണ് സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രീഡി അൽഗോരിതം. ദെൻ ഒപ്റ്റിമാലിറ്റി ആണ്. പലപ്പോഴും ഇത് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് തരാറുണ്ട്, പക്ഷെ എല്ലായ്പ്പോഴും ഇല്ല. അത് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് മാറും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ടൈമും സ്പേസും എല്ലാം എഫിഷ്യൻ്റ് ആണ്. ഒത്തിരി ടൈമും എടുക്കത്തില്ല, സ്പേസും എടുക്കത്തില്ല. അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഈ അൽഗോരിതത്തിൽ ഗ്രീഡി അപ്രോച്ചിൽ നമ്മൾ പ്രോബ്ലത്തിനെ ഡീകമ്പോസ് ചെയ്ത് സബ് പ്രോബ്ലം ആക്കിയിട്ട് നമ്മൾ വിത്ത് ഓപ്റ്റിമൽ സബ്സ്ട്രക്ചറിലോട്ട് വന്നിട്ട് നമ്മൾ ഗ്രീഡി ചോയ്സ് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ സ്റ്റെപ്പിലും ഒരു ബെസ്റ്റ് ലോക്കൽ ചോയ്സ് ചെയ്യും വിത്ത് എ വ്യൂ. എന്ത് വ്യൂ വെച്ചിട്ടാണ്? ദിസ് വിൽ എൻഷുർ എ ഗ്ലോബലി ഒപ്റ്റിമൽ സൊല്യൂഷൻ. സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റാനെ ഒന്ന് സോർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഡിസിഷൻ എടുക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഗ്രീഡി അപ്രോച്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.